നമസ്കാര സുഹൃത്തുക്കളെ, ഞാൻ അനൂപ് ജയമോഹനൻ. നമ്മൾ ചെയ്യാൻ പോകുന്ന അനൂസ് ലേക്ക് കോട്ടനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ശരിക്കും ഇത് സ്ഥിതി ചെയ്യുന്നത് മുട്ടെന്ന സ്ഥലത്താണ്. ചുറ്റുമലയിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാറി കാലുവാരത്തോടുള്ള റോഡിലാണ് നമ്മൾ ഈ അനൂസ് ലേക്ക് കോട്ടയിൽ എത്തിച്ചേരുന്നത്. ശരിക്കും ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ട്രാവലിംഗ് ഉണ്ട് മൺട്രോത്തുരത്തോട്ട്. ബൈ ബോട്ട് ആണെങ്കിൽ ഏകദേശം ഒരു 5 മിനിറ്റ് ട്രാവൽ മാത്രമേ ഉള്ളൂ. അന്നേരം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഗസ്റ്റുകൾക്ക് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ശരിക്കും ഒരു പുരാതന രീതിയിലുള്ള ഒരു ട്രഡീഷണൽ വില്ലയാണ്. ശരിക്കും ഇത് 2 ബെഡ്റൂം ഹാളും കിച്ചണും ഉള്ള ഒരു ഇതാണ്. ശരിക്കും ഇവിടെ കിച്ചൺ ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ കിച്ചൺ ഫെസിലിറ്റീസും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 ബെഡ്റൂമും AC ആണ്. അതിനകത്ത് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്, ഒരു ബാത്റൂം കോമൺ ആണ്. ശരിക്കും ഇവിടുത്തെ വരുന്ന ഒരു ഗസ്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ നമ്മളുടെ ഹൈലൈറ്റ് എന്ന് പറയാൻ വേണ്ടിയുള്ള ഇവിടുത്തെ ഹൈജീനാണ്. ഏറ്റവും വൃത്തിയുള്ള രീതിയിലുള്ള വാഷ്റൂംസുകളാണ് ആയാലും റൂമുകളായാലും ആണ് അത് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ മാത്രമല്ല നമുക്കിവിടെ ചെറിയ നല്ലൊരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡനൊക്കെ ചെയ്തിട്ടുള്ളത് സോണി എന്ന് പറയുന്നതാണ്. ആരെങ്കിലും ഗാർഡൻ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുള്ളിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് കായലുണ്ട്, അത്യാവശ്യം ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റും. നിങ്ങൾക്ക് നീന്തണമെങ്കിൽ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ തന്നെ നമുക്ക് കക്കയൊക്കെ വേണമെങ്കിൽ വാരി എടുക്കാവുന്നതൊക്കെയാണ്. പിന്നെ ഫിഷിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ള ഗസ്റ്റുകൾക്ക് നമ്മൾ ചൂണ്ട വേണമെങ്കിൽ അത് കൊടുക്കാറുണ്ട്. അതല്ലാതെ ലൈവായിട്ട് ഫിഷിനെ പിടിച്ചിട്ട് കുക്ക് ചെയ്യുന്നവർക്ക് അങ്ങനത്തെ ഫെസിലിറ്റീസ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ മാത്രമല്ല രാവിലെ 7 മണിക്ക് നമ്മളെ കോട്ടയൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ടും ഈ മീനുകളുടെ ലേലം ഒക്കെ നടക്കുന്നുണ്ട്. അന്നേരം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കരിമീനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ അവിടുത്തെ വാങ്ങിക്കാൻ വേണ്ടിയുള്ള സൗകര്യമുണ്ട്. ശരിക്കും ലേക്ക് വ്യൂ കോട്ടേജിലെ ഒരു സൺസെറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂര്യൻ ഇങ്ങനെ പയ്യെ ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുന്നതാണ് കാണാൻ വേണ്ടി പറ്റിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലേക്ക് വ്യൂ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ലേക്ക് വ്യൂ കോട്ടേജ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ശരിക്കും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് സായാഹ്നങ്ങളിലെ സൺസെറ്റ് ആസ്വദിക്കാനും വേണ്ടിയുള്ളൊരു സൗകര്യം കൂടെ ഇവിടെ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂപ്പറായിട്ടുള്ള നമ്മുടെ കന്യാകുമാരിയിലൊക്കെ കാണുന്ന കണക്കുള്ള മനോഹരമായിട്ടുള്ളൊരു സൺസെറ്റ് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ വേണ്ടി പറ്റുന്നത്. നമ്മളന്നേരം നൈറ്റ് സ്റ്റേയിൽ ഏകദേശം സന്ധ്യാസമയം കഴിഞ്ഞ് സൂര്യനൊക്കെ അസ്തമിച്ചു. ഏകദേശം ഇവിടുത്തെ 6:35 ആയിട്ടുണ്ട് സമയം. അന്നേരം നമ്മളിതിലേക്കൂടെ ചെറിയ ഗാർഡനിലൂടെ ഇങ്ങനെ നടക്കുവാണ്. അത് നടക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല അടിപൊളി ഒരു സീനറിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മൊബൈലിനകത്ത് കാണുമ്പോഴത്തേക്കും ശരിക്കും ഇതിൻ്റെ ഭംഗിയുടെ ഒരു പകുതി മാത്രമേ നമുക്കുള്ളൂ. ശരിക്കും ഈ സൺസെറ്റ് കാര്യങ്ങൾ ഒക്കെ ഇഷ്ടപ്പെടുന്ന നേച്ചറിനെയൊക്കെ ലവ് ചെയ്യുന്ന അങ്ങനത്തെ ഉള്ള ട്രാവലേഴ്സിനൊക്കെ ശരിക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വ്യൂ ആണിത്. സുഹൃത്തുക്കളെ, അന്നേരം നമ്മളിപ്പോൾ അതിമനോഹരമായ അഷ്ടമുടി കായലിൻ്റെ നടുക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ അളിയന്മാരെല്ലാം നമ്മളോടൊപ്പം ഉണ്ട്. എല്ലാവരും ഇവിടെ സന്തോഷകരമായിട്ട് ഇരിപ്പുണ്ട്. അതായത് നമ്മൾ അതിമനോഹരമായിട്ടുള്ളൊരു സൺസെറ്റാണ്, ലേക്ക് വ്യൂ കോട്ടേജിൻ്റെ സൺസെറ്റാണ് നമ്മളിപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു സൺസെറ്റിലൂടെ ഓളങ്ങളിലൂടെ മന്ദം നമ്മളിങ്ങനെ നീന്തി തുടിക്കുകയാണ് സുഹൃത്തുക്കളെ. അളിയന്മാരെല്ലാം നമ്മളെ വെള്ളം യാത്രയൊക്കെ ഇങ്ങനെ തെള്ളിക്കയറ്റാൻ പോവുകയാണ്. നിങ്ങൾ ലേക്ക് വ്യൂ കോട്ടേജിൻ്റെ വെള്ളം ഇങ്ങനെ തെള്ളിക്കയറ്റിക്കൊണ്ട് എങ്ങനെ ഉണ്ടായിരുന്നല്ലേ എക്സ്പീരിയൻസ്? എന്തെങ്കിലും അളിയൻ്റെ സജഷൻസ്? ഒരു സെന്റർ ഒരു വീല് അപ്പുറം 2 വീലും കൂടെ ഉണ്ടാകും, തെള്ളി അങ്ങ് കയറ്റാം. അങ്ങനെ ഓക്കെ. സ്റ്റിയറിംഗ് ഉണ്ടായിരുന്ന എളുപ്പമായിരുന്നു. സാറിന് വള്ളങ്ങളൊക്കെ പറയുമ്പോൾ കൂടുതൽ ഓടുന്നത് വെള്ളത്തിൽ കാണാം, പക്ഷെ നമ്മളെ വെള്ളം കൂടുതൽ ഓടുന്ന കരക്കടായിരുന്നു. അന്നേരം നമ്മൾ നമ്മുടെ ലേക്ക് വ്യൂ കോട്ടേജിൻ്റെ കരിക്കളിയും കൈ കൊണ്ട് ഇടിച്ചു പൊട്ടിക്കുന്ന വീഡിയോ കാണാൻ പോകുന്നത്. ബലേ ഫിഷ് കേട്ടോ. അളിയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടൊന്ന് തുണ്ടൻ 2, മനസ്സിലായോ അല്ലേ അളിയാ? അളിയനെ കുറിച്ച് പൊക്കി പറയട്ടെ അളിയാ. അന്നേരം ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അളി ഇന്നത്തെ വെള്ളമില്ലാതെ കരിക്കാണോ അളിയാ? ഇനി അടിച്ചു പൊട്ടിക്കണോ അളിയാ? കളി എന്ന് പറഞ്ഞാൽ ഭയങ്കര വേറെ ലെവലാണ്. അന്നേരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അളിയൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തങ്കോളിയൻ ആണ് നമ്മളെ രാത്രി കൈ കരിക്ക് നടത്തിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അളിയൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഞാനത് ബാക്കി പറയുന്നില്ല സുഹൃത്തുക്കളെ. അർദ്ധരാത്രി ഏകദേശം എത്ര മണി കാണുള്ളൂ? 2:30. ഓക്കെ, രാത്രി 2:30. ഓക്കെ, അതെന്നാൽ ഏകദേശം ഓളം തവഞ്ഞ് നിൽക്കുന്ന കായല് ശാന്തമായിരിക്കുന്ന സമയത്ത് ഈ ഒരു 2 മണിയായപ്പോഴത്തേക്ക് അളിന് കക്ക വാരണമെന്ന് പറഞ്ഞു. അന്നേരം അളിയനൊന്ന് കക്ക വാരുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്വന്തം അളിയന് വേണ്ടി ഞാൻ കക്ക വരാൻ പോവാ. ഇഷ്ടംപോലെ വാരുന്ന മാത്രമല്ല, പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മളെ അളിയന് ഇച്ചിരി കക്കാത്തോരം തിന്നാനും വേണ്ടി ഒരു ആഗ്രഹം തോന്നി. ഇപ്പൊ ശരിക്കും വേലി ഇറക്കമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇറങ്ങാനും വേണ്ടി പറ്റുന്നുണ്ട്. വളരെ സൂപ്പറായിട്ടുള്ള ചെരുപ്പ് ഇട്ടിട്ടേ. ഓക്കെ, അതിന് അളിയന് ചെരുപ്പ് ഇല്ലാതാണ് കക്ക വരുന്നവർ. അത്രയും മതി. അവിടൊക്കെ ഒന്ന് വാരി പൊക്കളിയാ, മണ്ണ് വാരി പൊക്കളിയാ. മതി അത്രയും പോയാൽ മതി. ഓക്കെ, അന്നേരം അളിയന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കക്കകളൊന്നും കിട്ടിയിട്ടില്ല. അന്നേരം ശ്യാമളിയന് കക്ക കിട്ടാത്ത സ്ഥിതിക്ക് നമ്മൾ ഇറങ്ങുവാണ്. അനൂപ് വിജയമോഹനൻ ഇറങ്ങിയിരിക്കുകയാണ്. നോക്കട്ടെ, ഈ ഏരിയയിലൊക്കെ തന്നെ പണ്ട് കക്കകളൊക്കെ ഉണ്ടായിരുന്നു.
എന്നാലും നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ വഴിയിനകത്ത് കക്കാത്തോടുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ശംഖും കുഞ്ഞുങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളാണ്ട് പോയി ജീവിക്കട്ടെ. നമ്മൾ ഉപദ്രവിക്കില്ല. അനുവേ ഫ്രെയിമിങ്ങിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇപ്പോഴും നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെ ബാക്കിലോട്ട് പോയാൽ സുഹൃത്തുക്കളെ ശരിക്കും കിട്ടിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ അപ്പം നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനകത്തുണ്ട്. ശരിക്കും പറഞ്ഞ സുഹൃത്തുക്കളെ, ഈ കക്ക വാറണമെങ്കിൽ നമ്മൾ ഏകദേശം നമ്മളെ ഹൈറ്റിനകത്താണ് ഈ കക്കകൾ വളരുന്നത്. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ, നമ്മൾ ഈ ഡ്രസ്സുകളൊന്നും എക്സ്ട്രാ കരുതാത്തോണ്ട് മാത്രമാണ് ഇത്. ഇപ്പൊ നമുക്ക് ഒരെണ്ണം കിട്ടുന്നുണ്ട്. അളി ഇതൊന്നും വെച്ചല്ലേ? അല്ല, ഇതിന്റെ ഒരു ശരിയായ ഇവിടുത്തെ ഒരു ശാസ്ത്രീയത വെച്ച് ഞാൻ കാര്യം പറയാം. നമുക്ക് കക്ക വാരി കഴിഞ്ഞാൽ ഇവിടെ കിട്ടും എന്നുള്ളത്, സുലഭമായിട്ട് കിട്ടും എന്നുള്ളത് വളരെ യാദൃശ്ചികമായിട്ടുള്ള ഉള്ളൊരു കാര്യമല്ല. ഇവിടെ കിട്ടുന്ന ഒരു കാര്യം, കമ്പൾസറി നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. ഒരുപാട് യൂട്യൂബർമാര് ചുമ്മാതെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് ഇല്ല എന്ന് പറയുന്നത് ഇല്ല എന്ന് പറയുന്നുള്ളൂ. അതാണ് എന്റെ ക്ലാരിറ്റി. നമുക്കിവിടെ പോകാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ അടുത്തൊരു കാര്യങ്ങളുണ്ട് ബ്രോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താ, ഈ അഷ്ടമണി കായലിൽ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. നമ്മളെ കായൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങാൻ വേണ്ടി പറ്റും. പിന്നെ അതുവരെ കുറച്ചുകൂടെ ഇത് ഹൈറ്റ് കൂടുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കായലിൽ ഇറങ്ങാനും കുളിക്കാനും ഒക്കെ പറ്റുന്ന കാര്യമാണ്. നമസ്കാരം സുഹൃത്തുക്കളെ, അന്നേരം നമ്മള് വള്ളത്തിനകത്ത് രാവിലെ തന്നെ ഉദയാസ്തമയം കാണാൻ വേണ്ടി പോവുകയാണ്. അന്നേരം നമ്മളോടൊപ്പം ഉള്ളത് മനോഹരൻ ചേട്ടനാണ്. മനോഹരൻ ചേട്ടന്റെ ഫോൺ നമ്പറും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബോട്ടിങ് തുടങ്ങുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറിയൊരു തോടാണ്, കൈവഴിയാണ്. അന്നേരം കനാൽ ബോട്ടിങ് എല്ലാം നമ്മൾ തുടങ്ങുന്നത്. അതിന് ശേഷം നമ്മൾ മണ്ഡലത്തോടത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം നമ്മളോടൊപ്പം നമ്മൾ അളിയന്മാരെല്ലാവരും ഉണ്ട്. ആദ്യമേ തന്നെ ഒരു തെങ്ങ് നമുക്ക് കുറുകെ ഇങ്ങനെ കിടക്കുന്നതാണ് നമ്മളിപ്പം കാണാൻ വേണ്ടി പറ്റുന്നത്. ഇത് അളിയൻ്റെ തലയിൽ ഇടിക്കുമോ ഇല്ലയോ എന്നാണ് നമ്മൾ അടുത്തായിട്ട് കാണാൻ വേണ്ടി പോകുന്നത്. കുനിഞ്ഞില്ലെങ്കിൽ ഇടിക്കും. ഇടിക്കും. അളിയൻ പറയുന്നത് വേണമെങ്കിൽ തെങ്ങ് നീ മാറിക്കൊള്ളാനാണ് സുഹൃത്തുക്കളെ. അന്നേരം ഇതാണ് നമ്മളെ ഫസ്റ്റ് ഇത്. അങ്ങനെ അളിയന് ഇത് വെക്കുന്നുണ്ട്. ഞാൻ ഹെൽമെറ്റ് വെക്കാത്തതുകൊണ്ട് നമ്മളും അങ്ങ് മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വിശാഖിനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതും ഇല്ല. ഓക്കെ, മനോഹരൻ ചേട്ടാ തല. ഓക്കെ. അന്നേരം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കനാൽ ബോട്ടിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മണ്ഡലത്തോടത്ത് എല്ലാവരും ബോട്ടിങ്ങിന് പോകാറുണ്ടെങ്കിൽ കനാൽ ബോട്ടിങ് എല്ലാവർക്കും കിട്ടാറില്ല. കാര്യം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കറക്റ്റ് ചെറിയ ചാലുകളിലൂടെ ഇങ്ങനെയൊക്കെ പോകാനും വേണ്ടി അത് ഭയങ്കര സ്കിൽഡായിട്ടുള്ള ഈ വള്ളം തുഴയ്ക്കൽ ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു ഇച്ചിരി ടാസ്ക് ആയിട്ടുള്ള ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു സംഭവമാണ്. മാത്രമല്ല ഇതിനൊക്കെയുള്ള ഇതെന്തിനല്ലേ, ഇതെന്ത് മരുതെന്ന് അറിയാൻ പാട്ടെന്ന് തോന്നുന്നു. ഇതൊരു തരം പ്ലാന്റാണ്. ഇവിടങ്ങളിലായിട്ട് താമരയാണോ ഇത് ആമ്പലാണോടാ? ആമ്പലിന്റെ ചെറിയ തൈകളും കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ. വളരെ മനോഹരം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് ശരിക്കും കനാലിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെയൊക്കെ ചൂണ്ടിയിട്ടെല്ലാം കിട്ടും കേട്ടാ. ചൂണ്ടിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം മീനൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചൂണ്ടിടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നിർഭാഗ്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യമായിട്ട് ഗൾഫിലോട്ടൊന്ന് പോകേണ്ടത് അത്യാവശ്യം ഉള്ളതുകൊണ്ട് നമ്മളിന്ന് ചൂണ്ടയിടുന്നതല്ല, പിന്നെ ദിവസം ഇടുന്നതായിരിക്കും. വിശാഖ എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? നല്ല യാത്ര, നല്ല തലവേദനയൊക്കെ ആയിട്ടിരിക്കുകയാണ് പുള്ളിക്ക്. എനിക്ക് തോന്നുന്നു മലമ്പനിയാണെന്ന് തോന്നുന്നു. പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാലമാണ്. അന്നേരം ഈ പാലത്തിൻ്റെ ഇടയിലൂടെ അളിയും ബുദ്ധിപൂർവ്വം ഇപ്പോഴേ താന്നിരിപ്പുണ്ട്. ഇങ്ങനെയൊക്കെ ചെറുതാവാതളിയാ ഏളിയ, ഇങ്ങനെയൊക്കെ ചെറുതാവേണ്ടുന്ന ആവശ്യമൊന്നുമില്ല. കൈവഴിയിൽ നിന്നും നേരെ കല്ലടയാറ്റിലോട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ശരിക്കും ആ കല്ലടയാറിൻ്റെ ഒരു തെളിർമ, അതായത് നോക്ക്, മുകളിൽ ആകാശം ഉണ്ടെങ്കിൽ അതുകൊണ്ട് കല്ലടയാറ്റിൻ്റെ ഒരു ആകാശം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ സൂര്യ ഉദയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഇച്ചിരി നേരത്തെ ആയിരുന്നു പോരുന്നത്. അതാണ് ശരിക്കും ഈവനിങ് ടൈം ആണെങ്കിൽ ഇതിനൊക്കെ കുറച്ചുകൂടെ പൊളിയാണ്. ഇതിപ്പം മോർണിംഗ് ടൈം ആയിട്ട് തന്നെ അടിപൊളിയാണ്. സൺറൈസും സൺസെറ്റും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൂപ്പറാണ്. ഇപ്പം നമ്മൾ സൺറൈസ് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നൊരു കാഴ്ചയാണ് കാണാൻ വേണ്ടി പറ്റിയത്. ശരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് അളിന് എന്താ തോന്നിയത്? ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത് മണ്ഡലത്തിൻ്റെ ഇവിടുത്തെ ഒരു പ്രകൃതി ഭംഗി അതാണ്. അതുകൊണ്ട് ഇത് തന്നെ രാവിലെ തന്നെ നമുക്ക് നോക്കിയാൽ മതി. ഇവിടെ നടുക്കൊരു ഐലൻഡ് ഉണ്ട്. അപ്പുറത്തോട്ടും കല്ലടയാറിൻ്റെ കൈവഴികൾ നേരെ കായലിലോട്ട് ഇങ്ങനെ ചേരുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള വളരെ പീസ്ഫുൾ ആരായാലും വന്ന് കാണേണ്ട ഒരു സ്ഥലം. സുഹൃത്തുക്കളെ, നമ്മുടെ അടുത്ത് പലരും ചോദിക്കാറുള്ളൊരു കാര്യമാണ്. അതായത്
ഈ മൺട്രോ തുരുത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്ത് ഈ നമ്മളെ ഏകദേശം ഒരു ആലപ്പുഴയുടെ ഒരു രൂപസാദൃശ്യമുള്ള ഈ മൺട്രോ തുരുത്ത് ഈ മഴ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളവും കാര്യങ്ങളൊക്കെ കയറുമെന്നുള്ളത്. ചേട്ടാ എങ്ങനെയാണ് ഈ മഴക്കാലത്തൊക്കെ ഇവിടെ വെള്ളം പൊങ്ങാറുണ്ടോ? വെള്ളം പൊങ്ങത്തില്ല. 18-ലൊന്നും ഇവിടെ വെള്ളം കയറിയിട്ടില്ല. ഓ ഇതില്ല. 2018 ആ ഒരു പ്രളയ കാലഘട്ടത്തിൽ പോലും ഇവിടെ ഒന്നും വെള്ളം കയറിയിട്ടില്ലെന്നാണ് പറയുന്നത്. അത് ശരിക്കും നമുക്കും നേരിട്ട് അനുഭവമുള്ള ഒരു സംഭവമാണ്. അതായത് ഇവിടെ ഈ വെള്ളം കയറുമ്പോഴത്തേക്ക് ഇത് കായലിലോട്ടങ്ങ് വലിയും അല്ലേ? കായലിൽ നിന്ന് കടലിലോട്ടല്ലേ? ആ ആ ആ കടലിലോട്ടങ്ങ് വലിയെത്തിയുള്ളൂ. ഒരു നമ്മൾ വേലിയേറ്റത്തിൻ്റെ വേലിയിറക്കത്തിൻ്റെ ഒരു ഇതല്ലാതെ ഒരു പ്രശ്നമില്ല. ആ അതാണ്. ഓക്കെ. ആ വേലിയേറ്റത്തിൻ്റെ ഒരു പ്രശ്നമല്ലാതെ ഒരു കാരണവശാലും ഇവിടെ ഈ മഴ പെയ്ത് ഇവിടെ വെള്ളം പോകുന്നതിൻ്റെ പ്രശ്നമില്ല. ആ ഓക്കെ. അന്നേരം നമ്മളെ സൺറൈസ് ഇങ്ങനെ നമ്മളിപ്പം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓഹ് ആടിപ്പൊളി. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് സൺറൈസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ ശരിക്കും പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ കായലിനിടയിൽ എങ്ങനെ ഈ ഒരു മരം വന്നു എന്നുള്ള കാര്യം. നോക്കലേ, ഇതൊന്നും കാണിച്ചു കൊടുക്കില്ല. ഈ കായലിനിടയിൽ ഒരു മരം എങ്ങനെ വന്നിട്ടുള്ള കാര്യം ശരിക്കും പറഞ്ഞ് കണ്ടൽ മരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കണ്ടൽ പോലും പിച്ചാൻ പാടില്ല. അത് ഇല വെച്ചോ അല്ല പ്രശ്നമില്ല, അങ്ങനെയുള്ള പ്രശ്നമില്ല. ഇലയൊക്കെ വേണമെങ്കിൽ പിച്ചാന്ന് ഓക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൽക്കാടുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടൽക്കാടുകളിനകത്ത് ഇങ്ങനെ കയറിയിട്ടുള്ള ഒരു ഇതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടൽക്കാടിനകത്ത് കയറി നിൽക്കുകയാണ്. അളിയനോടുണ്ട് വിശാഖേ. ഓക്കെ, നമ്മുടെ വെള്ളം അവിടെ ഒതുക്കിയിട്ടുണ്ട്. നമ്മൾ കണ്ടൽക്കാടിനകത്ത് ഇങ്ങനെ വലിഞ്ഞു കയറി നിൽക്കുന്ന ഒരു വീഡിയോ ആണ് അല്ലേ? എങ്ങോട്ടല്ലേ എക്സ്പീരിയൻസ്? ആദ്യമായിട്ടാണോ കടൽ കളി? ആ വെരി ഗുഡ് എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്. ഇതാണ് നമ്മളെ കണ്ടൽക്കാടുകളിനകത്ത് നമ്മളിങ്ങനെ തൂങ്ങി കിടക്കുവാണ് സുഹൃത്തുക്കളെ, തൂങ്ങി കിടക്കുവാണ്. ആ ഇത് കണ്ടോളെ, ഇതാണ് നമ്മുടെ മൺട്രോത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ആർച്ചാണ്. നമ്മളിപ്പോൾ അതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയാ ആർച്ചോ? ആ ഭയങ്കര ഒരു ഭംഗിയായി പോയി. അല്ല തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ആർച്ചാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പ്രകൃതിയുടെ ഒരു വികൃതി അല്ലേ അല്ലേ? അല്ലാതെ നമ്മൾ പറയുന്നതിനകത്ത് അങ്ങനെ വേണമെങ്കിലും പറയാം. അതുകൊണ്ട് ഇത് നമ്മളെ മീൻപിടുത്തക്കാരൊക്കെ അന്നേരം ഇതിലൂടെ പോകുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആഹാ, അതിൻ്റെ കൂടെ വല ഇട്ടിട്ടുണ്ടോ? മീൻ പിടിക്കാനാണോ എന്തോ? ആളുകൾ കയറാതിരിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൽക്കാടുകളിനുള്ളിലൂടെ നമ്മളിങ്ങനെ ആർച്ചിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൺട്രോ തുരുത്തിൻ്റെ ഒരു വൺ ഓഫ് ദ ഹൈലൈറ്റ്. നമ്മളെ വാഹനങ്ങൾക്കൊക്കെ നമ്പർ പ്ലേറ്റ് ഉള്ള കണക്കാണ് ഇവിടുത്തെ ബോട്ടുകൾക്കും നമ്പർ പ്ലേറ്റുകളുണ്ട്. വർഷാവർഷങ്ങൾ ഇത് ടെസ്റ്റും ചെയ്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കാറുണ്ട്. ഇവൻ നമ്മളെ വള്ളത്തിന് വരെ നമ്പർ പ്ലേറ്റ് ഉണ്ട്. ഈ കയാക്കിങ്ങിൻ്റെ ബോട്ടുകളാണ് ഈ കിടക്കുന്നത്. നമുക്ക് കയാക്കിങ് ചെയ്യാനും വേണ്ടിയൊക്കെ പറ്റുന്നുണ്ട്. നമ്മൾ ഇതിലേക്കൂടെ പോയിട്ടാണ് ചായ വാങ്ങുന്നത്. അന്നേരം നമ്മൾ വള്ളക്കാരടുത്ത് രാത്രിയിൽ മീൻ കൊണ്ടുവരണമെന്ന് നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെന്ന് പറഞ്ഞാലും അവർ നമ്മളെ മറന്നിട്ടില്ല. അവർ നമ്മൾ ജീവനോടുള്ള മീൻ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അന്നേരം അവർ കൊണ്ടുവന്ന് നമുക്കിവിടെ വള്ളത്തിനകത്ത് വള്ളക്കാർ ഇവിടെ ജീവനോടുള്ള മീൻ ഇട്ടിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളെ മീൻ എന്നല്ല ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണം ഇപ്പം നിര്യാതനായി. കാര്യം അവർ പിടിച്ചുകൊണ്ട് വന്നിട്ട് നിര്യാതനായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ബാക്കി 2 കരിമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ജീവനോട് തന്നെയാണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാത്രിയിലെ കരിമീൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ടുവന്ന് വള്ളക്കാരെ പിടിക്കുന്ന ഫ്രഷ് കരിമീൻ ജീവനോടെ ഇതിനൊക്കെ നമ്മൾ കൊണ്ടുവന്ന് എത്തിക്കുന്നതായിരിക്കും. അന്നേരം മൺട്രോ തുരുത്തിലെ 8 ദ്വീപുകളിൽ ഒരു ദ്വീപാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേണൽ മൺട്രോ എന്ന് പറഞ്ഞിട്ട് താമസിച്ചിരുന്നത്. ആ ഓക്കെ, അതിൻ്റെ കഥ എന്ന് പറഞ്ഞു ചേട്ടാ. ഓക്കെ, പഴയ ഡച്ചുകാരൻ താമസിച്ചിരുന്ന കേണൽ മൺട്രോ, അങ്ങനെയാണ് ഈ മൺട്രോ തുരുത്ത് എന്നുള്ള ഒരു പേര് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേരാണ് വന്നത്. ഓക്കെ, ഇപ്പോഴും മാറിയിട്ടില്ല. ഉണ്ടല്ലേ? ഇപ്പോഴും പുള്ളിയുടെ ഒരു ഫാമിലി ഇവിടെ താമസിക്കുന്നവരാണ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റിയത്. ഡച്ച് പള്ളിയും നമുക്ക് ഇവിടെ മൺട്രോ തുരുത്ത് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത് നമ്മളെ ഇതല്ലേ പള്ളിയാന്തുരത്തല്ലേ? ഓക്കെ, അങ്ങനെ പള്ളിയാന്തുരത്ത് ഐലൻഡ് നമുക്കിവിടെ കാണാനും വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പെരുമൺ പാലത്തിലൂടെ ട്രെയിൻ പോകുന്നതാണ് സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ആ ദുരന്തത്തിനെ കുറിച്ച് എല്ലാ വർഷത്തിനും ശരിക്കും പെരുമൺ പാലത്തിൻ്റെ ആ ദുരന്തം സംഭവിച്ച ആ വർഷത്തിലെ ആളുകളെല്ലാം ഒത്തുകൂടാറുണ്ട്, അവരുടെ ബന്ധുക്കളും കാര്യങ്ങളും ഒക്കെ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമായിരുന്നു തോന്നുന്നു ഞാൻ ആ ഒരു ഇതിനകത്ത് പങ്കിട്ടുന്നത്. അവരുടെ ഓർമ്മകളൊക്കെ ശരിക്കും വളരെ വിഷമകരമായിട്ടുള്ള ഒരുപാട് പേര്. ഏകദേശം എത്ര പേര് മരിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ? ജൂലൈ 8 ഏകദേശം എത്ര പേര് മരിച്ചിട്ടുണ്ടായിരുന്നു?
105 പേരോളമാണ് ശരിക്കും ഇത് എന്താ മരിച്ചിട്ടുള്ളത്. പിന്നെ ടിക്കറ്റ് എടുക്കാതെ മരിച്ചിട്ടുള്ള കാര്യം നമുക്ക് അറിഞ്ഞൂടാ. 108 സർക്കാരിൻ്റെ കണക്ക് പ്രകാരം ഉള്ളത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആരും മീനൊന്നും കഴിക്കത്തില്ലായിരുന്നല്ലേ? ഓക്കെ. കാര്യം ഈ ഓരോ കഥകളൊക്കെ കേൾക്കുമായിരുന്നു. ഈ മോതിരം കിട്ടി അത് കിട്ടി എന്നുള്ള കാര്യം സ്ഥിരം വരുന്ന കഥകളാണ്. എന്നാലും ആ സമയത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഭയങ്കര ഒരു ദുരന്തമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെ ഇതിനെക്കുറിച്ച് പെരുമൺ ദുരന്തത്തെക്കുറിച്ച് അറിഞ്ഞിടാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. അതായത് ടൊർണാഡോ ചുഴലിക്കാറ്റല്ലേ, അതുമൂലമാണ് ശരിക്കും ഈ പെരുമൺ പാലം ഇങ്ങനെ വീണതെന്നാണ് പറയുന്നത്. അന്നേരം വന്ന് ഓടിക്കൊണ്ടിരുന്ന ട്രെയിൻ ഏത് എക്സ്പ്രസ് ആയിരുന്നതോ അല്ല അറിയാമോ? ഐലൻഡ് എക്സ്പ്രസ് പാളം തെറ്റി നേരെ പാലം തകർന്ന് കഴിഞ്ഞ് ഇവിടെ വീണയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചുഴലിക്കാറ്റ് ഉള്ളതായിട്ട് ഈ പരിസരവാസികൾക്ക് വല്ല ഓർമ്മയുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ പഠനത്തിനകത്ത് റിപ്പോർട്ടിനകത്ത് ഇതാണ് കാരണം. അതാണ് എന്താന്ന് പറഞ്ഞാൽ നമ്മളിതുവരെ ഇവിടെ ചുഴലിക്കാറ്റ് കണ്ടിട്ടില്ല. ഒരു പാലം പിടിച്ചിടാനും വേണ്ടിയുള്ള എന്തായാലും അവസാനം റിപ്പോർട്ട് വന്നപ്പോൾ എങ്ങനെയാണ്, എന്തായാലും തൻ്റേതല്ലാത്ത കാരണത്താൽ പാലം വീണിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അന്നേരം നമ്മളിവിടെ പള്ളിയാന്തുരത്ത് ഐലൻഡിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഒരുത്തൻ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ ഒരുത്തൻ കിടപ്പുണ്ട്. ഇവനെ കെട്ടി വെച്ചേക്കണോ അതോ വീണു പോകാതെ? ഇറങ്ങുന്നില്ലേ ഐലൻഡ്? ഓക്കെ. അന്നേരം അളിയനോടുണ്ട്. പള്ളിയാന്തുരത്ത് ഐലൻഡിലോട്ട് എത്തിയിരിക്കുകയാണ്. അന്നേരം നമ്മളിവിടെ വെള്ളം ഇവിടെ കിടപ്പുണ്ട്. വെള്ളത്തിന് കാലായിട്ട് വിശാലീനും ഇവിടെ കിടപ്പുണ്ട്. അന്നേരം ഈ പള്ളിയാന്തുരത്ത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിയുള്ള കല്ലുകളുള്ള ഒരു കട്ടി തറയൊക്കെയാണ് ഈ ഐലൻഡിനുള്ളത്. അത് നമ്മൾ പയ്യെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പുല്ലുകളൊക്കെ അവിടെ വളർന്ന് നിൽപ്പുണ്ട് അല്ലേ അളിയാ? നല്ല കട്ടി പുല്ലുകളൊക്കെ ഉണ്ട്. അളിയന് ഇവിടെ ഒരു വീട് വെച്ച് ഇവിടെ തങ്ങാൻ വേണ്ടിയുള്ളൊരു സൗകര്യമൊക്കെ പുള്ളി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ റെയിൽവേക്കാർ പിടിച്ച് നിർത്തി ഇടിയിരുന്നുകൊണ്ട് അളിയൻ അതിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. കായലിൻ്റെ നടുക്ക് ഒരു കിണർ. ആരെങ്കിലും വിശ്വസിക്കുമോ അളിയാ? ഒരിക്കലും വിശ്വസിക്കില്ല. ശരിക്കും ഇത് കായലിൻ്റെ നടുക്കുള്ള കിണറാണ്. കായലിൻ്റെ നടുക്കൊരു ഐലൻഡ്, അവിടെ ഒരു കിണർ, അതും ശുദ്ധജലം കിട്ടുന്ന കിണർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേക്കാരായിരുന്നു ഇവിടെ ശരിക്കും 2 കിണറുണ്ടായിരുന്നു. അന്നേരം ഒന്നിനകത്ത് ശുദ്ധജലവും ഒന്നിനകത്ത് അശുദ്ധജലവും, അതായത് ഉപ്പുവെള്ളം. എന്നിട്ട് ഈ ശുദ്ധജലം കിട്ടുന്ന കിണറാണ്. അത് അവർ ഇപ്പോഴും സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മളിവിടെ കരിമീൻ കൃഷിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ വീണ്ടും നമ്മൾ അടുത്ത ഈ കനാൽ റോഡിലോട്ട് ഇങ്ങനെ കയറിയിരിക്കുകയാണ്. വേറൊരു വെള്ളം അതിലേക്കൂടെ വരുന്നുണ്ട്. ഇപ്പം ശരിക്കും ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8-17 ആയിട്ടുണ്ട്. ചെറുതായിട്ട് വെയിലൊക്കെ ആയി തുടങ്ങി. അന്നേരം വീണ്ടും നമ്മൾ കനാൽ വഴികളിലൂടെ നമ്മൾ പയ്യെ അങ്ങോട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നമുക്ക് ഇതിൻ്റെ പേരെന്തുവാ വിശാഖേ? പന്ന. കമ്പട്ടി എന്ന് പറഞ്ഞേതാ ഈ മരം? ഇതിൻ്റെ ഇല വെച്ചാൽ എന്ത് പ്രശ്നം? ശരിക്കും ഇത് ചൊറി വരുന്ന ഒരു സംഭവമാണ്. അതിന്റെ പേരെന്ത് വരുന്നു? കമ്പട്ടി. കമ്പട്ടി എന്ന് പറഞ്ഞൊരു മരമാണ് ശരിക്കും. ഇതിനകത്ത് നമ്മൾ പോയി ഇലയൊക്കെ പിച്ച് കഴിഞ്ഞാൽ ചൊറി വരും. നമ്മളെ ചാരിന്റെ കണക്കുള്ളൊരു സംഭവം. സാൻ ജോസ് ഫാമിന്റെ കൈവരിയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സൂപ്പറായിട്ടുള്ള തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അഷ്ടമുടി കായലിലോട്ട് നമ്മളിപ്പോൾ കയറാൻ പോവുകയാണ്. ഇത് അഷ്ടമുടി കായലിലെ ഏട്ടാ? ഓക്കെ. അഷ്ടമുടി കായലിലോട്ട് നമ്മളതിനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അന്നേരം നമ്മുടെ 2 കിളികളാണോ കാക്കയാണോ? കടൽ കാക്ക, നീർക്കാക്കയാണ് അവിടെ ഇരിക്കുന്നത്. കൊക്കെന്തി ഒരു കൊക്ക് കണ്ട പറന്നു പോകുന്ന ഒരു വീഡിയോ. കൊക്കെ നല്ലപോലെ കിട്ടില്ല. എന്നാലും നമുക്ക് ഇവിടെ കൊക്കുകളൊക്കെ ഇഷ്ടംപോലെ പോകുന്നുണ്ട്. മുകളിലായിട്ട് പ്രാന്തുകളല്ല പരുന്തുകൾ പോകുന്നുണ്ട്. കൃഷ്ണപ്പരുന്ത് വട്ടം ഇട്ടിങ്ങനെ നടക്കുന്നുണ്ട്. കായലിൻ്റെ നടുക്കിറങ്ങുന്ന വീഡിയോസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ശരിക്കും അത് സാമ്രാണിക്കൊടിയിലുണ്ട്. സാമ്രാണിക്കൊടി മാത്രമല്ല, ഇനി മൺട്രോത്തുരത്ത് നമുക്ക് കായലിനകത്ത് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ഇറങ്ങി നിൽക്കണം. ഇത്ര ആഴം മാത്രമേ ഇവിടെ ഉള്ളൂ. അല്ലാതെ നമ്മൾ അളിയന്മാരൊക്കെ കൊണ്ട് ഇറങ്ങുവാണ്. കായലിൻ്റെ നടുക്കിറങ്ങാൻ വേണ്ടി ഇനിയിപ്പോൾ ആരും സാമ്രാണിക്കൊടി അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല അല്ലേ? ഇനി മൺട്രോത്തുരത്തോട്ട് വന്നാലും മതി. കുട്ടികളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഇവിടെ വെള്ളത്തിലൊക്കെ ഓടി കളിക്കാനും നീന്തി കുടിക്കാനും ഒക്കെ നല്ല സെറ്റപ്പ് സ്ഥലമാണ് ശരിക്കും ഇത്. ഇവിടെ നമുക്ക് കണ്ടൽക്കാടുകളുടെ ഇടയിൽ നിന്ന് ഫോട്ടോ എടുക്കേണ്ടുന്നവർക്കൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പും ഉണ്ട്. ഇവിടെ എല്ലാം കണ്ടൽക്കാടുകളൊക്കെ ഉണ്ട്. വളരെ സൂപ്പർ സ്ഥലമാണ്. സഞ്ചാരികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നുണ്ട്. ഒരുപാട് സഞ്ചാരികളൊക്കെ ഇത് രാവിലെ ആയിട്ട് പോലും വർക്കിംഗ് ഡേ ആയിട്ട് പോലും വരുന്നുണ്ട്. പ്രത്യേകതരം കൊക്കിൻ്റെ ഒരു സൈറ്റിങ് കിട്ടിയിട്ടുണ്ട്. അന്നേരം നമ്മൾ അതിനെ ഒന്ന് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാൻ വേണ്ടി പയ്യെ വെള്ളം കൊണ്ട് അടുപ്പിക്കുകയാണ്.
ഓക്കെ, ഇതാണ് സാധനം. സാധാ കൊക്കാണ്. ആണോ? പക്ഷെ കളർ വ്യത്യാസമുണ്ട്. ഇതാണ്ടേ ഓക്കെ. ശരിക്കും ഇത് സ്വാഭാവികമായിട്ടും ഇവിടെ കാണപ്പെടുന്ന ഒരു കൊക്കാണെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളിത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇതാക്കിയാണ്. അന്നേരം നമ്മൾ ശരിക്കും സുഹൃത്തുക്കളെ അന്നേരം നമ്മൾ കനാൽ റോഡിലൂടെ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയല്ലേ ചേട്ടാ? തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മൾ ഇതുവഴിയായിരുന്നു വന്നതല്ലേ? നമ്മൾ വന്ന വഴിയല്ല, ശരിക്കും നമ്മൾ വേറെ വഴിക്കാണ് തിരിച്ചു പോകുന്നത്. നമ്മളിങ്ങനെ പല സ്ഥലങ്ങളിങ്ങനെ കണ്ട് കറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, റൗണ്ട് ചെയ്തിരിക്കുകയാണ്. നല്ലൊരു സീനറിയാണ് അവിടെ. എന്തൊക്കെയോ ഇവിടെയൊക്കെ പൂത്ത് ഇപ്പോണ്ട്. ഇത് ചെടി എന്തോന്നൊക്കെ അറിയോ? അതും ഒരു സൈസ് കണ്ടലാണ്. ഓക്കെ, കണ്ടൽ തന്നെ ഒരുപാട് സൈസ് ഉണ്ട്. ഇതും ഒരു സൈസ് കണ്ടലാണ്. ഇതാണ് കണ്ണൂര് കണ്ടൽ. ബാക്കി നമ്മൾ കുറച്ച് മുമ്പേ ഒക്കെ കണ്ടുകൊണ്ടിരുന്നതൊക്കെ കൊല്ലംകാരുടെ കണ്ടലാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു കിളി ഇരുന്നിട്ട് ഇതെന്ത് പറയുന്നത് അയാൾ കിളി കഷമൊക്കെ പൊക്കി വെച്ചോണ്ടിരിക്കുന്നത്. വെയിൽ കാഴ്ചയാണ് ശരിക്കും. അളിയ കൊക്കുകളിലെ ഫീമന്റ് തോണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, അന്നേരം നമ്മൾ താഴെ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളെ പാലം അടുത്തിരിക്കുന്നത്. ശരിക്കും വള്ളത്തിന്റെ തുമ്പ് മൊന അതിനകത്ത് തട്ടുമെന്ന് വരെ നമുക്ക് സംശയിക്കേണ്ടുന്ന രീതിയിലുള്ള ഒരു വളരെ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അതിൽ നമുക്ക് ഈ ഒരു സംഭവം നമുക്കിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാം. അത് നമ്മൾ പയ്യെ യുക്തിപൂർവ്വം അങ്ങ് താന്നു കൊടുത്തിരിക്കുകയാണ്. വെള്ളത്തിൻ്റെ തുമ്പ് മുട്ടുന്നില്ല, അതിങ്ങനെ അങ്ങ് പോവുകയാണ്. നമ്മളിപ്പോൾ അങ്ങ് കുനിഞ്ഞു. ഓക്കെ, നമ്മൾ ചരിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആഹാ, അടിപൊളി. നല്ല തണുപ്പ് അല്ലേ? നല്ല തണുത്ത കാറ്റുണ്ട്. ഇവിടെ ഒരു പാവരി ചേർന്ന് ഉറങ്ങാൻ തോന്നുന്നു കേട്ടോ. സൂപ്പർ. ഓക്കെ, അന്നേരം നമ്മളിപ്പോൾ രണ്ടാമത്തെ പാലമാണ് ക്രോസ് ചെയ്യാൻ പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് മുകളിലോട്ട് കയറാം. ഈ പൈപ്പ് എന്തിനാണെന്നറിയോ? കുടിവെള്ളം പോകുന്നുണ്ട് കേട്ടോ. അന്നേരം ഉപ്പ് വെള്ളത്തിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ കുടിവെള്ളം പോകുന്നത്. കുടിവെള്ളത്തിൻ്റെ പൈപ്പുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താട്ടാ? ഒരു 10-15 വീട് ശരിക്കും അവിടെ ഉണ്ട്. അന്നേരം ഇത് ശരിക്കും കരിമീനൊക്കെ കൃഷി ചെയ്യുന്ന ചെമ്മീൻ കെട്ടാണിത്. നമ്മളെ പൊന്മാൻ സിനിമയുടെ ഷൂട്ട് നടന്നിട്ടുള്ള ഈ ഫാം വല്ലതും ആണോ? ഇതിനകത്ത് ഓക്കെ സുഹൃത്തുക്കളെ, അന്നേരം നമ്മൾ അതിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ പൊന്മാൻ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുള്ളത് ശരിക്കും ഈ ഒരു ചെമ്മീൻ കെട്ടിലാണ്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൺട്രോത്തുരുത്ത് വന്നിട്ടുള്ള പലരും കാണാതെ പോയിട്ടുള്ള ഒരു ചെറിയ ഒരു കൈവഴിയാണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ വെള്ളക്കാരും ഒന്നും ഇങ്ങോട്ടൊന്നും വരാറില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൺട്രോത്തുരുത്തെ കാഴ്ചകൾ നമ്മൾ ഈ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസിനകത്ത് കാണുന്ന കാഴ്ചകളൊക്കെയും കൂടുതലാണ് ഉൾക്കാഴ്ചകൾ, അല്ലേ അളിയാ? ഈ നിങ്ങൾ മുമ്പ് വന്നപ്പോഴും ഇതുവഴി എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അതാണ് അന്നേരം അതാണ് നമുക്ക്, അതായത് നമ്മൾ ഗസ്റ്റുകൾക്ക് മറ്റെങ്ങും കിട്ടാത്ത ഒരു എക്സ്പീരിയൻസ് കൊടുക്കാനും വേണ്ടിയുള്ള നമ്മളത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വെള്ളം അതാണ് അന്നേരം ആ ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും നമ്മളത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശുദ്ധമായ നാടൻ കള്ളാണ് ശരിക്കും. ഓക്കെ, അന്നേരം ചെത്തുന്ന കള്ളാണ് ശരിക്കും ഇവിടുത്തെ ഷാപ്പുകളിലായാലും അല്ലാതൊക്കെ കിട്ടുന്നത്. മൺട്രോത്തുരത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ തെങ്ങുകളുള്ള ഒരു സ്ഥലമാണ് ശരിക്കും ഈ കല്ലട ഈ മൺട്രോത്തുരത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ വേണ്ടി പറ്റും. അതായത് നമ്മുടെ കായംകുളം മൺട്രോത്തുരത്താണ് ശരിക്കും ഏറ്റവും കൂടുതൽ തേങ്ങകളുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ചെത്തുകള്ളും ചെത്ത് തൊഴിലാളികളും ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ചെത്തുകള്ള് കുടിക്കണമെന്നുള്ളവർക്കും ഈ മൺട്രോത്തുരത്ത് നല്ല ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. സുഹൃത്തുക്കളെ, ചെത്തുകള്ള് വേണ്ടുന്നവർക്ക് നല്ല ഇതിനകത്ത് ഇനി കയറി അങ്ങ് എടുത്തങ്ങ് കുടിച്ചാൽ മതി. അത് കണക്ക് ഇരിക്കും. ചെത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മളെ മൺട്രോത്തുരത്തിൻ്റെ സ്ഥലങ്ങളാണിത്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.